നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെ ആരംഭിക്കുകയാണ്. ഇന്നലെയാണ് പ്രധാനമന്ത്രി പങ്കെടുത്ത വലിയൊരു ചടങ്ങ് പുത്തരിക്കണ്ടത്ത് നടന്നത്. അവിടെ മുൻ IG ഇപ്പോഴത്തെ ശാസ്തമംഗലം കൗൺസിലർ കൂടിയായ R. ശ്രീലേഖയുടെ അവരുടെ ആ സമയത്തെ സ്റ്റേജിലെ അവരുടെ നടപടി അത് വലിയ വിവാദമായിരുന്നു. അതിൽ ശ്രീലേഖ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിനത്തെ പ്രധാന വാർത്തകളിൽ ഒന്നാണ്. മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യ ഹർജിയാണ്. പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്നു. ഇതടക്കം നിരവധി വാർത്തകളാൽ സമ്പന്നമാണിന്ന്. ആദ്യം തലക്കെട്ടുകൾ. വളരെയധികം VVIP ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക, അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കുകയാണ് ചെയ്തത്. പ്രധാനമന്ത്രിയുടെ സമ്മേളനത്തിലെ വിവാദത്തിൽ വിശദീകരണവുമായി R. ശ്രീലേഖ. വിളിക്കാതെ VVIPകളുടെ അടുത്ത് പോകരുതെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നിശ്ചയിച്ച സ്ഥലത്ത് തുടർന്നത് അച്ചടക്കത്തിന്റെ ഭാഗമായെന്നും ശ്രീലേഖ. ദീപകിന്റെ ആത്മഹത്യയിൽ ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ബസ്സിൽ ലൈംഗിക അതിക്രമം നേരിട്ടുന്നതിൽ ഉറച്ച ഷിംജിത. വീഡിയോ ദൃശ്യങ്ങളിൽ തെളിവില്ലെന്ന് പോലീസ്. വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രിയും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയും പങ്കെടുക്കും. നടപ്പിലാക്കുന്നത് 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഇന്ന്. ഒന്നാം സമ്മാനം 20 കോടി. ഇതുവരെ 54,08,880 ടിക്കറ്റുകൾ വിറ്റു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിർണായകം. ജാമ്യ ഹർജി പത്തനംതിട്ട സെഷൻസ് കോടതി പരിഗണിക്കും. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ UAE-യിൽ നടന്ന ചർച്ചകളിലും പ്രതീക്ഷ മങ്ങുന്നു. തർക്കം ഡോൺബാസ് മേഖല വിട്ടുവീഴ്ചകൾക്ക് റഷ്യയും തയ്യാറാകണമെന്ന് സെലൻസ്കി. ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസ് ഭരണത്തിനെതിരെ ആഞ്ഞടിച്ച് ഷെയ്ഖ് ഹസീന. അരാജകത്വത്തിലേക്കാണ് ബംഗ്ലാദേശ് എന്ന വിമർശനം. ഇരുണ്ട മണിക്കൂറുകളിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നുപോകുന്നതെന്നും മുൻ പ്രധാനമന്ത്രി. T20-യിൽ ഇന്ത്യക്ക് 2ാം ജയം. ന്യൂസിലൻഡിനെതിരെ 7 വിക്കറ്റ് ജയം. സൂര്യകുമാറും ഇഷാൻ കിഷനും തിളങ്ങി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. താൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന സമയത്ത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. കഴിഞ്ഞ വർഷം സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ തെറ്റുപറ്റിയിട്ടില്ലെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. ക്രമക്കേടുണ്ടായത് 2019-ലാണ്. പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതും സ്വർണം ചെമ്പെന്ന് തിരുത്തിയതുമാണ് 2019-ലെ ക്രമക്കേട്. അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന് പങ്കില്ലെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. തന്ത്രിയും ഭരണസമിതിയുമാണ് ഇതിന് ഉത്തരവാദികൾ. ഈ ക്രമക്കേട് കഴിഞ്ഞ വർഷം നടന്നിട്ടില്ല. അറ്റകുറ്റപ്പണിക്കായി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് താൻ അറിഞ്ഞില്ലെന്നും തന്നെ അറിയിക്കേണ്ട കാര്യമില്ലെന്നും VN വാസവൻ പറഞ്ഞു. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായുള്ള അഭിമുഖത്തിലാണ് ഇക്കാര്യം വിശദീകരിച്ചത്. അവിടെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ കഴിഞ്ഞ വർഷം 2025 സെപ്റ്റംബറിലാണല്ലോ ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അത് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ അറിയുകയും അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. അത് ഹൈക്കോടതി അറിഞ്ഞതോടുകൂടിയാണ് ഈ സംഭവം വെളിയിൽ വന്നത്. ദേവസ്വം വകുപ്പിന് ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇതേക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല? നമുക്ക് അങ്ങനെ അറിയേണ്ട കാര്യമില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പയറിങ്ങോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പൂജാകർമ്മങ്ങളോ ഇതൊക്കെ നടക്കുന്നത് അവിടുത്തെ തന്ത്രികളുടെ നിർദ്ദേശം അനുസരിച്ച് ദേവസ്വം ബോർഡ് ചെയ്തു കൊടുക്കലാണ് അവരുടെ ധർമ്മം. അത് ഗവൺമെന്റിനെ അറിയിക്കേണ്ട ബാധ്യത അവർക്കുമില്ല, അറിയാനുള്ള അവകാശം നമുക്കുമില്ല. ഇതാണ് അതിനകത്തെ വസ്തുത. ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ തന്നെ അദ്ദേഹം മറ്റു വഴികളിലൂടെ അറിയിച്ചിരുന്നില്ല. അല്ല, അദ്ദേഹം കോടതി വെച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പക്ഷെ അറിഞ്ഞിരുന്നില്ല. ഗവൺമെന്റ് പറഞ്ഞതല്ല, അദ്ദേഹം കോടതി വെച്ചിട്ടുള്ള ആളാണ്. ഗവൺമെന്റ് ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം അറിയിക്കേണ്ടത് ഗവൺമെന്റ് അറിയിച്ച അത്രയും കാര്യങ്ങൾ അത് ശരിയാണ്. പക്ഷെ എങ്കിലും അദ്ദേഹവുമായിട്ടും ഒന്നും ഒരു ആശയവിനിമയം നടത്തേണ്ട ആവശ്യമില്ല. അല്ല, സർക്കാരിന് അതിനകത്തൊരു ബന്ധവും ബാധ്യതയും ഇല്ല. ഒരു കാര്യത്തിലും അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, അവരിവിടെ ശമ്പളം പറ്റുന്നില്ല.
നമ്മൾ വെച്ച ആളല്ല. അതൊക്കെ കോടതി ഇതൊക്കെ പറഞ്ഞ് ഒഴിയുമെങ്കിലും അവിടെയുള്ള ഒരു ധാർമ്മികത എന്നൊരു ഘടകം അവിടെ ധാർമ്മികം നിങ്ങൾ പറയുന്ന ഒരു ധാരണയില്ലായ്മ നിങ്ങൾക്ക്. 500 പവൻ അവിടെ നിന്ന് മോഷണം പോയിട്ട് ഇത് ദേവസ്വം വകുപ്പ് അറിഞ്ഞിട്ടില്ല, ദേവസ്വം മന്ത്രിക്ക് ഒരു ബോധ്യവുമില്ല, എനിക്കൊരു എന്റെ ബാധ്യതയില്ല എന്ന് പറയുമ്പോൾ പൊതുസമൂഹം അതിനോട് ചോദിക്കും. നിങ്ങൾ വീണ്ടും ഒരു വിവരക്കേട് പറയുന്നു. 500 പവൻ പോയെന്ന് പറയുന്നത് എപ്പോഴാണ്? 2017, 2019. 2019 ഈ കാലഘട്ടത്തിലൊന്നും ഞാൻ മന്ത്രിയാണ്. അല്ല, ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്തിലെ ഒരു വർഷമാകുന്നേ ഉള്ളൂ. അന്ന് ഈ മന്ത്രി ഇത് അറിഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധവുമില്ല. കാരണം പിന്നെ അവിടുത്തെ തന്ത്രിയാണ് ഇത് കൊടുത്തുവിടുന്നത്, ഇതിന് കത്ത് കൊടുക്കുന്നത്. തന്ത്രി കൊടുത്തുവിടുന്നു, ചുവന്നുകൊണ്ട് പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അതുമായി ബന്ധപ്പെട്ട ആളുകൾ. തന്ത്രിക്ക് ഇഷ്ടമുള്ളവരുടെ അരികിലാണ് ഇത് കൊണ്ടുപോയി ബാക്കി സ്വർണം വിൽക്കുന്നതും മാറ്റുന്നതും വേർപെടുത്തുന്നതുമെല്ലാം. ഇത് നടന്നിട്ടുള്ളത് 2017, 2019 നടന്നിട്ടുള്ളത്. അന്ന് കടകംപള്ളി സുരേന്ദ്രനാണ് മന്ത്രി. അപ്പൊ അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരു വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ട്. അതിലാകെ പോയിട്ട് അറിയാവുന്നത് ഈ തിരുവനന്തപുരംകാരൻ എന്ന രൂപത്തിൽ വിളിച്ചപ്പോൾ ഏതോ കാര്യത്തിന് വേണ്ടിപ്പോയി എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. പറഞ്ഞതല്ല, എനിക്ക് വേറൊന്നും അറിയില്ല. മറിച്ച് നിയമപരമായി നിങ്ങൾ പറയുന്ന പോലെ ഒരു കാര്യത്തിലും മന്ത്രി അറിയേണ്ടതില്ല. അത് ദേവസ്വം ബോർഡിന്റെ പൂർണ്ണ അധികാരമാണ് അവിടെ കൊണ്ടുപോകുന്നത്. അതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസോട് കൂടി ഇത് കൊണ്ടുപോകാനും പറ്റുള്ളൂ. അങ്ങനെയാണ് ഇവർ ഈ പുതിയ 2024 കൊണ്ട്. അതുകൊണ്ടാണ് ഇതിന് വേറെ തർക്കമില്ലാതെ വന്നത്, കോടതി അംഗീകരിച്ചു. അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം 2019 കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ മഹസർ തയ്യാറാക്കുകയോ അല്ലെങ്കിൽ കൂടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ അയക്കുകയോ ചെയ്തിരുന്നില്ലെന്ന് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈ കൊടുത്തുവിട്ടു എന്നുള്ളതാണ് ആ കാര്യത്തിൽ പക്ഷേ അന്നത്തെ ബോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ 2024-25 ഉണ്ടായിട്ടില്ല. അതുണ്ടാകാത്തതെന്നു വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും തന്ത്രിയെയും അതുപോലെ തന്നെ ഇന്റലിജൻസ് ഓഫീസറെയും എല്ലാം സാക്ഷി നിർത്തി നന്നായി വീഡിയോ എടുത്ത് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി മഹസർ തയ്യാറാക്കി കൊണ്ടുപോയ വഴിക്ക് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവരുടെ സാന്നിധ്യത്തിൽ തന്നെ വാഹനത്തിൽ സുരക്ഷാ സമയത്ത് കൊണ്ടുപോയി. താങ്കൾ മന്ത്രിയായ സമയത്ത് അതെ അങ്ങനെയാണ്. താങ്കൾ അറിയേണ്ട കാര്യമില്ല. അത് ഞാൻ അറിയേണ്ട കാര്യമില്ല. അതും അവർ തന്നെയാണ് ചെയ്തത്. അവർ കൊടുത്ത മൊഴിയാണ് പറഞ്ഞത്. അവർ വിശദീകരിച്ച കാര്യം അവരങ്ങനെ കൊണ്ടുപോയി തിരിച്ചത് കോടതിയിൽ അവരങ്ങനെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണെന്ന് കോടതി പറഞ്ഞു. 2024-25 കാലഘട്ടത്തിൽ സംഭവിച്ചത് 2019 എന്ത് സംഭവിച്ചോ അതിനെ റെഗുലറൈസ് നിങ്ങൾ വായിച്ചു. 2024-25 അനാവശ്യ ധൃതി കാട്ടിയെന്നാണ് ഹൈക്കോടതി ഇങ്ങനെ അതൊരു പരിശോധിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ കാട്ടിയെന്നല്ല പറഞ്ഞു. ഇങ്ങനെ ധൃതി കാട്ടി മണ്ഡല മകരവിളക്ക് 2024-25 കാലഘട്ടത്തിൽ കൊണ്ടുപോയത് 2024-25 കാലഘട്ടത്തിൽ കൊണ്ടുപോയി പരിശോധിക്കുക ഇതിലുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ തന്നെ പറഞ്ഞു. അത് വേണമെന്നാണ് നമ്മൾ എഴുതി കൊടുത്തു. പരിശോധനയിലേക്ക് പോകുന്നില്ല. എഴുതി കൊടുത്തു. നിങ്ങൾ പറഞ്ഞത് തെറ്റാണത്. ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടത്. ആ പരിശോധനയ്ക്ക് പോയി ദേവസ്വം ബോർഡിന്റെ മൊഴിയൊക്കെ പോയി എടുത്തല്ലോ അവർ ചോദ്യം ചെയ്തില്ലോ. ഒന്നും കണ്ടെത്തിയില്ല. കൃത്യമായ തൂക്കമുണ്ട്, കൃത്യമായി മുഴുവൻ വീഡിയോയിലുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള മാറ്റമില്ലെന്നാണ് അവർ മൊഴി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ കണ്ടെത്തിയതും അത് മുഴുവൻ വീഡിയോ ചിത്രീകരണമാണ്. പക്ഷെ നിയമത്തിന്റെ വഴിയെ പോകണമെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് ആ സന്നിധാനത്ത് വെച്ച് അറ്റകുറ്റപ്പണികൾ നടത്താത്തത്? മാനുവലനുസരിച്ച് സന്നിധാനത്ത് തന്നെ അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. ഞാൻ ചെയ്യുന്ന കാര്യമല്ല. അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല. ഇല്ലേ, ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ എവിടെയെങ്കിലും ഡേ ടു ഡേ ബിസിനസ്സിലോ ഇതെടുത്തുകൊണ്ട് പോയി ചെയ്യുന്ന കാര്യത്തിലോ ഒന്നും നമ്മളെ അറിയിക്കുന്നില്ല. നമുക്കറിയാനുള്ള അവകാശമില്ല, നിയമപരമായി ഇടപെടാനുള്ള അവകാശമില്ല. അവിടെ മറ്റേതെങ്കിലും തരത്തിൽ കുഴപ്പമുണ്ടെന്നെങ്കിലും പരാതി തന്നാൽ അപ്പോൾ ഇടപെടുന്ന രൂപത്തിലേക്ക് നമുക്ക് വരാനുള്ള അവകാശത്തിൽ. അതായത് അവരെന്ത് വേണേലും കാണിച്ചോട്ടെ എന്ന് പറഞ്ഞാണ് ഈ ദേവസ്വം ഉദ്യോഗസ്ഥരെയും ഈ മന്ത്രിസഭയാണല്ലോ അപ്പോയിന്റ് ചെയ്യുന്നത് ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ളതാണ്. നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതെ വരിക. എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു ദേവസ്വം ബോർഡിന് പരമാധികാരമാണ്. ആ പരമാധികാരത്തിൽ അവർ ചെയ്യുന്ന കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യാനോ അവരിങ്ങോട്ട് വന്ന് ചോദിച്ച് എവിടെ കൊണ്ടുപോകണം ചോദിക്കാനോ ഒന്നും അവർക്ക് ബാധ്യതയില്ല. നിയമം അതാണ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നിങ്ങൾ വീണ്ടും പറഞ്ഞു തന്നെ പറഞ്ഞു. അങ്ങനെ ഈ മാനുവൽ എഴുതിയേക്കുന്നത് സന്നിധാനത്ത് എവിടെയും കൊണ്ടുപോകരുത്. അത് ആ മാനുവൽ വെച്ച് വേണം ചെയ്യാൻ. ആ കാര്യത്തിൽ എനിക്ക് 2019-2025 ഏത് സമയത്തായിരുന്നാലും മാനുവൽ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, ഇന്നലെ BJPയുടെ വലിയൊരു സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. അതിൽ ശാസ്തമംഗലം കൗൺസിലർ കൂടിയായ R. ശ്രീലേഖ നേരത്തെ വിവാദ നായികയാണ്. അവർ ആ സമ്മേളനത്തിൽ എല്ലാ നേതാക്കളും മോദിക്ക് കൈകൊടുത്തപ്പോൾ ശ്രീലേഖ മാറി നിന്നത് വലിയ വിവാദമായിരുന്നു. ഇതിൽ ശ്രീലേഖയുടെ ഒരു വിശദീകരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ താനൊരു IPS ഓഫീസറാണ് എന്നാണ് ശ്രീലേഖ പറയുന്നത്. അങ്ങോട്ട് ക്ഷണിച്ചാലല്ലാതെ
പ്രധാനമന്ത്രിയെപ്പോലെ ഒരു VVIPയെ പോയി കാണുന്നത് അനുചിതമാണ് എന്നാണ് താൻ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് താൻ പോകാതിരുന്നത് എന്നും ഫേസ്ബുക്കിൽ ശ്രീലേഖ കുറിക്കുകയാണ്. വേദിയിൽ ഇരിപ്പിടം ലഭിച്ചത് സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണെന്നും അത് തൻ്റെ പ്രവൃത്തി അത് അച്ചടക്കത്തിൻ്റെ ഭാഗമാണെന്നുമാണ് ശ്രീലേഖ പറയുന്നത്. FB പോസ്റ്റിലൂടെയാണ് ശ്രീലേഖ ഇക്കാര്യം വിശദീകരിച്ചത്. ശ്രീലേഖയുടെ വാക്കുകളിലേക്ക്. എനിക്ക് രാഷ്ട്രീയം പുതിയതാണ്. 33.5 വർഷം പരിശീലിച്ചതും ചെയ്തതും ഒക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു. വളരെയധികം VVIP ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക, അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കുകയാണ് ചെയ്തത്. VVIP എൻട്രൻസിലൂടെ കയറി വന്ന അദ്ദേഹം അതേ എൻട്രൻസിലൂടെ പോകുമ്പോൾ ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിന്നത്. മാധ്യമ ചാനലുകളിലും വളരെയധികം മോശമായ രീതിയിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ച് കണ്ടു. ഇതിലാരും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ, എപ്പോഴും BJP. ഇതാണ് ശ്രീലേഖയുടെ വിശദീകരണം. ഏതായാലും മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം. 3ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയുകയാണ്. ബലാത്സംഗമല്ല, ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്ന് ജില്ലാ കോടതിയിലും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ജാമ്യ ഹർജിയെ ശക്തമായി എതിർത്ത പ്രോസിക്യൂഷൻ ക്രൂരപീഡനമാണ് നടന്നതെന്നും സമാന സ്വഭാവമുള്ള മറ്റ് 2 കേസുകളിൽ രാഹുൽ പ്രതിയാണെന്ന കാര്യവും ചൂണ്ടിക്കാട്ടി. 3ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായിട്ട് ഇപ്പോൾ 2 ആഴ്ച പിന്നിടുകയാണ്. മറ്റു വാർത്ത. ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ പ്രതീക്ഷയായ വിഴിഞ്ഞത്തിൻ്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാവുകയാണ്. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖത്തിൻ്റെ സമ്പൂർണ്ണ വികസനമാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കുക. 2028ഓടെ നിർമ്മാണം പൂർത്തിയാക്കി വിഴിഞ്ഞം പൂർണ്ണ സജ്ജമാകും. 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ നടക്കുക. കാസർഗോഡ് ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണം, ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കോൺക്രീറ്റ് ബീമുകളിൽ ഉരസുന്നത് ആശങ്ക ഉയർത്തുന്നു. കാഞ്ഞങ്ങാട് സൗത്തിലെ അടിപ്പാതയുടെ കീഴ്വശത്താണ് അധികാരികളുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടത്. പ്രദേശത്ത് ഓവുചാൽ നിർമ്മാണവും അശാസ്ത്രീയമാണെന്ന് പരാതിയുണ്ട്. ദേശീയപാതയിൽ 2ാം റീച്ചിൽ വ്യാപക പരാതിയാണ് ഉയരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞങ്ങാട് സൗത്താണ്. ഇവിടെ ജനങ്ങൾക്ക് വലിയ ആശങ്കയാണുള്ളത്. പ്രധാനമായും ഇവിടെ ഓവുചാൽ പ്രശ്നം, അതോടൊപ്പം ഈ മേൽപ്പാലം കടന്നു പോകുന്നിടത്ത് വാഹനങ്ങൾ ഇടിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഏതായാലും നമ്മോടൊപ്പം നാട്ടുകാർ തന്നെ ചേരുന്നുണ്ട്. എന്താണ് നിലവിലെ ഇവിടെ ഈ ഓവുചാലുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരിടുന്ന പ്രശ്നം? നിലവിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി നാഷായിബിൻ്റെ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമാണ് ഇവിടെ ഡ്രെയിനേജിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടി അവസാന ഘട്ടത്തിലേക്ക് പോകുന്നത്. ഈ അവസാന ഘട്ടത്തിൽ ഡ്രെയിനേജിൻ്റെ പണി പൂർത്തിയാക്കാൻ പോകുന്ന സമയത്ത് ഈ വെള്ളം, ഡ്രെയിനേജിനകത്ത് ഉണ്ടാകുന്ന വെള്ളം ഏത് ഭാഗത്തേക്ക് ഒഴിക്കണം എന്നുള്ള ആശങ്ക അവർക്കുണ്ട്. നിലവിൽ ഒരു നിലത്തിലുള്ള ധാരണയും അവർക്ക് അതിനെക്കുറിച്ചില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം കാണുന്നത് പോലെ ഉണ്ടാക്കിയ ഡ്രെയിനേജ് ഒരു ഭാഗം പൊന്തിയിട്ടും ഒരു ഭാഗം താഴ്ന്നിട്ടുമാണ്. ഈ വെള്ളമെല്ലാം ഈ ഡ്രെയിനേജിൽ ഇവിടെ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ് നിലവിൽ ഉണ്ടാവുക. അതുപോലെ ഈ പ്രദേശത്ത് മുഴുവൻ വെള്ളക്കെട്ടും ഈ പ്രദേശത്തേക്ക് വരുന്ന നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള എല്ലാ വെള്ളക്കെട്ടും ഈ കാഞ്ഞങ്ങാട് സൗത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. അത് ശാശ്വതമായ ഒരു പരിഹാരം അടിയന്തരമായി കാണാം. ഇവരെ കമ്പനിയുമായി നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നു, അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം? അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഞങ്ങൾ ഇത് കെട്ടിയ ഡ്രെയിനേജ് അശാസ്ത്രീയമായി പോയി, അതുകൊണ്ട് ഞങ്ങൾ അടിയന്തരമായി ഇത് പൊളിച്ചു കളയും എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പൊളിച്ചു കളയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ പാത കടന്നു പോകുന്ന ഈ മേൽപ്പാലത്തിനും ഉയരം കുറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. വാഹനങ്ങൾ ഇടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് അതിൻ്റെ അവസ്ഥ? സാധാരണ ഉയരമുള്ള വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് അത് മേൽപ്പാലത്തിന് തട്ടുന്ന സ്ഥിതിയുണ്ട്. അത് പലപ്പോഴും അപകടം ഉണ്ടാക്കുന്ന സ്ഥിതിയുണ്ട്. രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ അതിൻ്റെ ടോപ്പ് മുകളിൽ തട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അത് വലിയ അപകടത്തിന് സാധ്യതയുണ്ട്. എങ്ങനെയാണ് കൗൺസിലർ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ കൂടെ നമ്മോട് ചേരുന്നു? എങ്ങനെയാണ് ഈ റോഡിൻ്റെ വീതി തന്നെ 7 മീറ്ററാണ്. പക്ഷേ ഡ്രെയിനേജ് അടക്കം 7 മീറ്ററാണ് കാണിക്കുന്നത്. നമുക്ക് നടന്നു പോകേണ്ട വഴി ഇതിൽ കാണുന്നില്ല. ഇത് അശാസ്ത്രീയമായി പണിതാണ്. ഇതിന് പ്രതികരിക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ ഇതിൻ്റെ കമ്പനിക്കാർ ഇവിടെ വന്നു. അവർ പറഞ്ഞ് നമ്മളിത് പൊളിച്ച് മാറ്റിത്തരുന്ന പറഞ്ഞത്. പക്ഷെ അത് ഇതുവരെയൊക്കെ അതിന് നടപടി പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ ജനങ്ങൾ ആകെ ആശങ്കയിലാന്നുള്ളത്. ഇവിടെ നാട്ടുകാർ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പണി ഇതുപോലെ കിടക്കുകയാണ്. ഈ വെള്ളം ഏത് ഭാഗത്തേക്ക് ഒഴുക്കി വിടുന്നില്ല ഒരു ആശങ്ക ഇല്ലാതെ നാട്ടുകാരില്ലത്. ഈ റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്
മഴക്കാലം വന്നാൽ ഫുള്ള് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. റോഡിന് പടിഞ്ഞാറ് ഭാഗത്തും ഒരു സ്കൂളും കൂടിയുണ്ട്. അപ്പോൾ അതിന് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവിക്കുന്നുണ്ട്. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടായേ പറ്റും. എന്തായാലും രണ്ടാം റീച്ചിൽ ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെ വ്യാപകമായ പരാതിയാണ് ഉയരുന്നത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് തന്നെയാണ് കാഞ്ഞങ്ങാട് സൗത്ത് നിവാസികളുടെ പ്രധാന ആവശ്യം. അതല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. കെ.ബി. ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. മറ്റു വാർത്തയിലേക്ക്. ടെട്രാപ്പാഡ് കടൽഭിത്തി നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് എറണാകുളം കണ്ണമാലി നിവാസികൾ. നേരത്തെ ചെല്ലാനം മേഖലയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കടൽഭിത്തി പദ്ധതിയുടെ തുടർച്ചയാണിത്. ചുവപ്പ് നാടയിൽ കുരുങ്ങാതെ പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചെല്ലാനത്ത് ടെട്രാപോഡ് കടൽഭിത്തി അതിൻ്റെ ഒരു നിർമ്മാണം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാനുള്ള ഒരു ശ്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നേരത്തെ 7.3 കിലോമീറ്ററോളമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ബാക്കിയുള്ള ഭാഗം ഏതാണ്ട് 6.1 കിലോമീറ്ററോളം വരുന്ന ബാക്കിയുള്ള ഭാഗമാണ് ഇനിയിപ്പോൾ ഭരണാനുമതി ആയിരിക്കുന്നത്. 404 കോടി രൂപ അതിന് അനുവദിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ പൂർണ്ണമായും തന്നെ ആ ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടാകും. നാളുകളായി പലപ്പോഴും മഴക്കാലത്ത് നമ്മൾ നേരിട്ട് കാണുന്നതാണ് ഈ പ്രദേശവാസികളുടെ ദുരിതം. ഏതായാലും അതിൻ്റെ ഒരു സന്തോഷവും ആഹ്ലാദവും എല്ലാം തന്നെ ഈ മേഖലയിലുണ്ട്. ഈ ഭാഗത്തെല്ലാം തന്നെയും പലപ്പോഴും വെള്ളം നിറഞ്ഞ് കവിയുന്ന ഒരവസ്ഥയിലായിരുന്നു ഈ പ്രദേശത്തുള്ള ചേച്ചിമാരടക്കമുള്ളവരുണ്ട്. ഇത് ഏതാണ്ടും ഭരണാനുമതി ആയിരിക്കുന്നു. അത് പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാശയക്കുഴപ്പങ്ങൾ ഇനി എന്ന് എന്നുള്ളതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സന്തോഷിക്കാവുന്ന അവസ്ഥയിലേക്കെല്ലാം തന്നെ സന്തോഷിക്കാവുന്ന അവസ്ഥ പേപ്പറെ കണ്ടപ്പോൾ സന്തോഷിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്ത് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ ഈ കൊല്ലം ഞങ്ങൾക്ക് ഇവിടെ താമസിച്ചിട്ട് കാര്യമില്ല. ഒരു വീട് പോയി രണ്ടാമത് വെച്ചതാണത്. അപ്പം എത്രയും പെട്ടെന്ന് പേപ്പറെ വന്നാൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ വർഷത്തിന് മുമ്പ് ഞങ്ങൾക്ക് ചെയ്ത് തന്നാൽ മതി. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. എങ്ങനെയെങ്കിലും ഒന്ന് നിർമ്മാണം ഒന്ന് തുടങ്ങിയാലേ ഞങ്ങൾക്കൊരു സമാധാനമുള്ളൂ. പേപ്പറെ കണ്ടതല്ല, പണി തുടങ്ങി കാണണം. അതാണ് ഞങ്ങളുടെ ആശ. അത് കണ്ടാൽ മതി. പലപ്പോഴും വലിയ ബുദ്ധിമുട്ടിലാണല്ലോ ഉണ്ടാവുന്നത്. എടുത്തു പറയണില്ല, നമ്മളെല്ലാവരും തന്നെ കാണുന്നതാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ വലിയ താമസം ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയാണുള്ളത്. അതെ, ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. ഇത് കേട്ട് ഭരണാനുമതി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ എത്രയും വേഗത്തിൽ ഇതിനെ തുടങ്ങണം എന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ കടലേറ്റം നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല, എങ്ങനെയാണ് എന്നറിയാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും വേഗത്തിന് തുടങ്ങണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത്തവണ ആ ഒരു ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയാണല്ലോ മുന്നോട്ട് നയിക്കുന്നത് എല്ലാവരും. ചേച്ചി, പലതവണ ഇവിടെ ഈ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതിൽ ഈ ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന പ്രദേശമാണല്ലോ ഇവിടെ എല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോൾ എൻ്റെ വീടൊക്കെ മൊത്തം മുങ്ങിയതാണ്. ഇനി അടുത്തൊരു കടൽ വരുമെങ്കിൽ മറിഞ്ഞ് താഴെ വീഴുമെല്ലാം കൂടി. പിന്നെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ മുൻപോട്ട് പോണതാണ് ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ. അപ്പം എത്രയും പെട്ടെന്ന് ഇതൊന്ന് ചെയ്ത് തന്നാലേ നമുക്ക് വലിയ ഉപകാരമായിരുന്നു. ഇത് വിട്ട് പോകാൻ പറ്റൂല, എങ്ങും പോയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഇത് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ ഇതിനുള്ള ഒരു പ്രതിവിധി. ഏതായാലും വലിയ ഭരണാനുമതി കിട്ടിയതിൻ്റെ വലിയൊരു ആശ്വാസമുണ്ട്. ഇനി അത് പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നാണ് പറയുന്നത്. നമുക്കൊപ്പം സെബാസ്റ്റ്യൻ ചേട്ടനുണ്ട്. ഇവിടുത്തെ സമരസമിതികളിലെ പലതിൻ്റെയും തന്നെ ഒരു ഏകോപനവും കാര്യങ്ങളും എല്ലാം തന്നെ നിശ്ചയിക്കുന്നു. പ്രത്യേകിച്ച് ഈ സ്ഥലത്തെക്കുറിച്ച് പദ്ധതിയെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായി പഠിച്ച ഒരാൾ കൂടിയാണ്. ഒരു തരത്തിൽ ഒരു ആശ്വാസമുണ്ട്. എങ്കിലും വളരെ പെട്ടെന്ന് നടപ്പാക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം. കാരണം ഞങ്ങൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളാണ്. 2021 ആദ്യത്തെ പദ്ധതി പ്രഖ്യാപിക്കുന്നത് തന്നെ 12 കിലോമീറ്ററും 15 പുലിമുട്ടുമാണ്. അതാണ് തുക കുറയാതെ 7.36 കിലോമീറ്ററും 6 പുലിമുട്ടുമായിട്ട് ചുരുങ്ങിയത്. അതേപോലെ അതിനുശേഷം 2023 ജൂൺ 9 ശ്രീമാൻ റോഷി അഗസ്റ്റിൻ അടുത്ത പദ്ധതി പ്രഖ്യാപിച്ചു 320 കോടി രൂപയുടെ. ഒക്ടോബർ 3 2023 തന്നെ ഒക്ടോബർ 3 ശ്രീ പി രാജീവ് രണ്ടാം ഘട്ടം 247 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. ഇങ്ങനെയെല്ലാം ഞങ്ങൾ പ്രഖ്യാപനമല്ലാതെ ഇത് പ്രാവർത്തികമായി കാണുന്നില്ല. ഇപ്പോഴും വന്നിരിക്കുന്നത് 306 എന്നുള്ളത് 404 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, സർക്കാരിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇതിൻ്റെ വടക്കുവശത്ത് ഇത് വന്ന് അവസാനിക്കുന്ന ഇപ്പം ചെല്ലാനം പഞ്ചായത്ത് അതിർത്തിയായ ബാനാശ്ശേരിയിലാണ് വന്ന് അവസാനിക്കാനായിട്ട് പോകുന്നത് 6.1 കിലോമീറ്റർ. അപ്പോൾ അത് കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷൻ്റെ മാനാശ്ശേരി സൗദി ബീച്ച് റോഡ് പ്രദേശങ്ങൾ, പിന്നെ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളും അതിരൂക്ഷമായ കടലാക്രമണത്തിൽ
ബാധിക്കും. ഈ ചെല്ലാനത്ത് ചെയ്ത സമയത്ത് ഇവിടെ കടലുകയറ്റമില്ലായിരുന്നു. അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പുത്തൻതോട് മുതൽ വടക്കോട്ട് കടലുകയറ്റം രൂക്ഷമായത്. അതേപോലെ തന്നെ മാനാശ്ശേരി വരെ ചെയ്താൽ മാനാശ്ശേരിക്ക് വടക്കോട്ടുള്ള പ്രദേശങ്ങളിലും അതിരൂക്ഷമായ കടലാക്രമണം ഉണ്ടാകും. അതായത് ഇടതുകാലിലെ മന്ദെടുത്ത് വലതുകാലിൽ വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് കൊച്ചിൻ പോർട്ട് ട്രെഡ് ചെയ്ത് പുറംകടലിൽ കൊണ്ടേ കളയുന്ന എക്കലി വെറുതെ കൊണ്ടേ കളയുന്നതാണ്. അത് ഞങ്ങളുടെ തീരക്കടലിലടിച്ച് അത് പോകാതിരിക്കാൻ ഇടക്കിടക്ക് ഒരേ പുലിമുട്ടും കൂടി ഇട്ടാൽ മാത്രമേ ഇവിടുത്തെ തീരസംരക്ഷണം പൂർത്തിയാകൂ. പദ്ധതി ഇപ്പോൾ പ്രഖ്യാപനം ഒരു ആശ്വാസം തന്നെയാണ്. തീർച്ചയായിട്ടും പറയുന്നത് പോലെ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത്. വലിയ രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ തന്നെ മറ്റ് ഇടങ്ങളിലേക്ക് ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി പൂർണ്ണ സംരക്ഷണമാക്കുന്ന രീതിയിലൊരു വിശാല കാഴ്ചപ്പാടോടുകൂടി തന്നെ അധികൃതർ മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശം കൂടി വയ്ക്കുന്നു. എന്തായാലും തന്നെ വരുന്ന വർഷകാലത്ത് വലിയ രീതിയിലുള്ള വെല്ലുവിളികളില്ലാതെ തന്നെ ഈ പശ്ചിമ കൊച്ചി മേഖല ഈ തീരം സംരക്ഷിക്കപ്പെടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ളവർ. സർക്കാരിൻ്റെ പ്രഖ്യാപനം വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെയും ഇവിടെയുള്ളവർ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. നേരത്തെ കാസർഗോഡ് ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നിരുന്നു. ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കോൺക്രീറ്റ് ബീമുകൾ ഉരസുന്നതാണ് അവിടെ ആശങ്ക പരത്തുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ബൈജു ചേരുന്നുണ്ട്. ബൈജു, നേരത്തെ പറഞ്ഞതുപോലെ ഓവുചാലിൻ്റെ നിർമ്മാണം അശാസ്ത്രീയമാണ്, ഒപ്പം പാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണ്, അപകടത്തിനേറെ സാധ്യതകളുണ്ട്. ഈ പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണോ? സാധാരണ ദേശീയപാത വിഷയത്തിലൊക്കെ കൃത്യമായ നിരീക്ഷണമൊക്കെ ഉണ്ടാകുന്നതാണ്. ഇവിടെ അതിൻ്റെ ഒരു അപര്യാപ്തത ഉണ്ട് എന്നാണോ? രഞ്ജിത്ത്, നിരവധി തവണ ഈ ദേശീയപാത അതോറിറ്റി അധികൃതർ ഈ വിവരം അറിയിച്ചെങ്കിലും ഇതിലൊരു പരിഹാരം കണ്ടെത്താൻ ഇവർ സാധിച്ചിട്ടില്ല. അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതിന് എന്താണ് പരിഹാരം എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഏതായാലും വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ചരക്ക് വാഹനങ്ങൾ അതുപോലെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഇതിൽ ഉരസുന്ന, അതായത് രാത്രികാലങ്ങളിൽ വലിയ ശബ്ദമാണ് കേൾക്കുന്നതെന്നാണ് പറയുന്നത്. നിരവധി ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഒരു ഭാഗമാണ് ഇത്, മേൽപ്പാലമാണത്. അതുമാത്രമല്ല, കാഞ്ഞങ്ങാട് നഗരത്തിലേക്ക്, ഏറ്റവും പ്രധാനമായ കാഞ്ഞങ്ങാട് നഗരത്തിലേക്ക് ചന്ദ്രപേരി പാലം വഴി കടന്നു വരുന്ന ഒരു ഇടം കൂടിയാണിത്. അത്രത്തോളം പ്രധാനമായ ഒരു സ്ഥലത്താണ് ഇങ്ങനെ വാഹനങ്ങൾ ഈ അടിപ്പാലത്തിന്റെ മുകളിൽ ഉരസുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ ഒന്നാം റീച്ച് കഴിഞ്ഞാൽ രണ്ടാം റീച്ചിൽ ചെങ്കള മുതൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തളിപ്പറമ്പ് വരെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണമാണ്. പല സ്ഥലത്തും ആശങ്കകളുണ്ട്. മേൽപ്പാലം പല സ്ഥലങ്ങളിലും മറുകരയെത്താനുള്ള സാഹചര്യങ്ങളില്ല. ഈ പടന്നക്കാടൊക്കെ ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് പറയേണ്ടി വരും. അവിടെ ഈ നാട്ടുകാർക്ക് ഈ മോനാച്ച എന്ന് പറയുന്ന പ്രദേശത്തേക്കുള്ള റോഡ് പൂർണ്ണമായും അടച്ചിട്ട സാഹചര്യമാണ്. അങ്ങനെ അശാസ്ത്രീയമായ വലിയ തോതിലുള്ള നിർമ്മാണം ഈ ഓവുചാല് നൂറുകണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അവിടെ നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഓവുചാലിന്റെ വ്യത്യാസം. ഈ മഴക്കാലം വന്നാൽ വെള്ളം ഇതിലൂടെ കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇതിൽ ഒക്കെ നിരന്തരം ഇവരെ ഇടപെട്ട് അധികൃതർ, ഈ ദേശീയപാത അധികൃതരുമായി ഇവർ സംസാരിച്ചെങ്കിലും ഇത് ശരിയാക്കി നൽകാം എന്ന് പറയുന്നതല്ല. അത് എങ്ങനെ ശരിയാക്കുമെന്നാണ്. 4 മീറ്റർ മാത്രമാണ് ഉയരം. ഇവിടെ നമുക്ക് കൃത്യമായി കാണാൻ പറ്റും. ഈ 4 മീറ്റർ ഉയരമുള്ള ഈ അടിപ്പാതയിലൂടെ എങ്ങനെയാണ് വലിയ വാഹനങ്ങൾ തിരിഞ്ഞു പോവുക? അവിടെ ഇത്തരത്തിൽ തിരിഞ്ഞു പോകാനുള്ള സൗകര്യവും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. വലിയ സർവീസ് റോഡാക്കട്ടെ, ചെറിയ സർവീസ് റോഡാണ്. ഒരു വാഹനത്തിന് കഷ്ടി പോകാൻ കഴിയുന്ന അവസ്ഥ. നടന്നു പോകാൻ, ഈ ഇതുവഴി ആളുകൾക്ക് നടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യം. അങ്ങനെ അശാസ്ത്രീയമായ നിർമ്മാണം പല ഭാഗങ്ങളിലുമുണ്ട്. നേരത്തെ പെരിയയിലും അതുപോലെ തന്നെ പുല്ലൂരിലും നിർമ്മാണം നടക്കവേ ഈ അടിപ്പാലം തകർന്നു വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മെഗാ കൺസ്ട്രക്ഷനാണ് രണ്ടാം ബീച്ചിലുള്ള ഈ നിർമ്മാണം. ഈ ബേവിഞ്ച എന്ന് പറയുന്ന സ്ഥലത്താണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. അവിടെ മഴക്കാലം വന്നാൽ അത് റോഡ് ഇതുവഴി ഗതാഗതം നിരോധിക്കുന്ന ഒരു സാഹചര്യമാണ്. അത്രത്തോളം മണ്ണിടിച്ചാണ് പ്രദേശത്ത് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായി. ആത്മഹത്യാ ഭീഷണി മുഴക്കിയ സാഹചര്യമൊക്കെ കുടുംബങ്ങൾ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ വലിയ തോതിലുള്ള ആശങ്ക ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അടിയന്തരമായി ഇത് പരിഗണിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതല്ലെങ്കിൽ ഈ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഈ കാര്യത്തിൽ അടിയന്തരമായി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ശ്രദ്ധ വേണം. കാരണം അത് വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു അടിപ്പാത മാത്രമല്ല, പല ഇടങ്ങളിലും അടിപ്പാതകളുടെ
ഉയരം കുറവാണ്, അശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് നിർമ്മാണമെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് കണ്ടാൽ തന്നെ മനസ്സിലാകും. വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം പ്രധാന നഗരങ്ങളിലൊക്കെയാണ്, ഈ പ്രധാന നഗരങ്ങളിലേക്ക് കടന്നു പോകുന്ന വഴികളിലൊക്കെയാണ് ഈ പ്രശ്നമുള്ളത്. എന്നാലും അടിയന്തരമായി ഈ ശ്രദ്ധ വേണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണം വളരെ വേഗത്തിൽ ആക്കണമെന്ന ഒരു ആവശ്യവും വരുന്നു. ഇതോടൊപ്പം ഈ നിർമ്മാണം പൂർത്തിയാകാത്ത സ്ഥലത്താണ് ഈ ടോൾ പിരിവ് നടക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ അതിൽ ഒരു പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച വനിതാ മാർച്ച് നടക്കുകയാണ് ഇപ്പോൾ ഈ ടോൾ പിരിവിനെതിരെ. അങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധം ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലുമുണ്ട്. പലതരത്തിലുള്ള ആശങ്കകളുമുണ്ട്. ഓവുചാലിന്റെ പ്രശ്നങ്ങളുണ്ട്. നടന്നു പോകാനുള്ള കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ നാട്ടുകാർ വലിയ തോതിലുള്ള പ്രതിഷേധമായി രംഗത്ത് ഇറങ്ങാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്. ശരി ബൈജു. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഇന്നാണ്. ലോട്ടറി എടുത്തവർ കാത്തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരത്ത് ഗോർക്കി ഭവനിലെ വേദിയിലാണ് നറുക്കെടുപ്പ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് റെക്കോർഡ് വിൽപ്പനയാണ് ഇത്തവണ. ആകെ 55 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചത്. 54,08,880 ടിക്കറ്റുകൾ ഇതുവരെ വിറ്റു കഴിഞ്ഞു. 400 രൂപയായിരുന്നു ടിക്കറ്റ് നിരക്ക്. ഒരിടവേളയ്ക്ക് ശേഷം നമുക്ക് കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. യുക്രൈൻ യുദ്ധം അത് അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ ഇന്നലെ UAE-യിൽ നടന്നു. പക്ഷേ അവിടെയും പ്രതീക്ഷ കാര്യമായി ഇല്ല എന്നുള്ളതാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ്റെ മധ്യസ്ഥതയിലായിരുന്നു ഈ ചർച്ച. ഡോൺബാസ് മേഖല റഷ്യയ്ക്ക് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം നിലനിൽക്കുന്നത്. ഈ മേഖല വേണം, 5000 ചതുരശ്ര അടി സ്ഥലമുണ്ട്, അത് വേണമെന്ന ആവശ്യമാണ് പുടിൻ ഉന്നയിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള താല്പര്യമാണ് ഇപ്പോൾ റഷ്യയ്ക്കെന്ന് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നുണ്ട്. എങ്കിൽ പോലും അതിനുള്ള സാധ്യതകൾ വിരളമാണ് എന്നാണ് ഈ ചർച്ചയുടെ ആത്യന്തിക ഫലം. Доповідають мені українські представники. Вони зараз знаходяться в Еміратах. Там сьогодні українська, американська та російська делегації. Була вже розмова важлива, бо давно не було таких тристоронніх форматів зустрічі. Говорять про параметри закінчення війни. Зараз у них має бути принаймні частина відповідей від Росії. Головне, щоб Росія була готова завершити цю війну, яку сама ж почала. VR കാർത്തിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കാർത്തിക്, റഷ്യയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ട്രംപും പറയുന്നുണ്ട്, ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും പലവിധ തടസ്സങ്ങളാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇന്നലെ ചർച്ചയിൽ സംഭവിച്ചത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുരഞ്ജനത്തിന്, യുദ്ധത്തിൻ്റെ അവസാനത്തിന് സാധ്യതയുണ്ടോ? രഞ്ജിത്ത്, അധികാരത്തിലെത്തിയ ശേഷം പല യുദ്ധങ്ങളും അവസാനിപ്പിച്ചു എന്ന് അവകാശപ്പെട്ട ട്രംപിന് പക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. അതായത് സമാധാന കരാർ സംബന്ധിച്ച് ഒരു അന്തിമ ഉടമ്പടിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറെ നിരാശാജനകം. പക്ഷേ പല ഘട്ടങ്ങളിലായി ചർച്ചകൾ സജീവമായി തുടർന്നു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ തന്നെയാണ് ഈ ചർച്ചകൾ പുരോഗമിച്ചത്. സുരക്ഷാ ഗ്യാരണ്ടികൾ, അതോടൊപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് പല വട്ടവും ഈ ചർച്ച അലസിപ്പിരിഞ്ഞത്. ഇപ്പോൾ ചർച്ചകൾക്ക് വഴിത്തിരിവായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡാവോസിൽ ട്രംപ് സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയും അതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ ജാരദ് കുഷ്ണർ അദ്ദേഹം വ്ളാഡിമിർ പുടിനുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചകളാണ് ഇത്തരത്തിൽ ഒരു ത്രിതല ചർച്ചകൾക്ക് വഴിയൊരുക്കിയത്. ചർച്ചകൾ UAE-യിലെ അബുദാബിയിലാണ് പുരോഗമിക്കുന്നത്. ആദ്യഘട്ട ചർച്ച പൂർത്തിയായി. 2 ദിവസം കൂടി ചർച്ചകൾ തുടരും. പക്ഷേ ആദ്യഘട്ട ചർച്ച പൂർത്തിയാകുമ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കാര്യമായ ആശാവഹമായ ഒരു പുരോഗതി ഈ ചർച്ചകളിൽ ഇല്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാരണം പ്രധാനമായും തർക്കം നിലനിൽക്കുന്നത് ഡോൺബാസ് മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ഡോൺബാസ് മേഖല വിട്ട് നൽകിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് യുക്രൈൻ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. ആ തർക്കം ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം യുക്രൈൻ്റെ തന്ത്രപ്രധാന മേഖലയാണ് ഈ ഡോൺബാസ് എന്ന് പറയുന്നത്. ഡോൺബാസിൽ ആകട്ടെ വ്യവസായ മേഖലകളുണ്ട്, കാർഷിക മേഖലകളുണ്ട്, അതോടൊപ്പം തന്നെ സ്റ്റീൽ മാനുഫാക്ചറിങ്ങിൻ്റെ ഒക്കെ വലിയൊരു വ്യാവസായിക മേഖല തന്നെ ഈ പ്രദേശത്തുണ്ട്. ഇത്തരത്തിൽ തന്ത്രപ്രധാനമായ ഈ പ്രദേശം വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് യുക്രൈൻ തയ്യാറല്ല എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ വ്യക്തമാക്കിയതുമാണ്. ഡോൺബാസിൽ യുക്രൈൻ മേഖലയിൽ ഡൊണസ്ക് മേഖലയിൽ യുക്രൈൻ ഇപ്പോഴും കൈവശം വച്ചിരിക്കുന്ന ഏതാണ്ട് 5000 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം അത് വിട്ടു നൽകണം എന്ന ആവശ്യമാണ് റഷ്യ പ്രധാനമായും
ഉന്നയിക്കുന്നത്. ആദ്യഘട്ടം മുതൽ പുടിൻ ഈ ആവശ്യമാണ് കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചതും. പക്ഷേ ഒരു ഘട്ടത്തിലും ഇത് വിട്ടു നൽകാൻ യുക്രൈൻ തയ്യാറല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. കാരണം യുക്രൈൻ്റെ സൈനികർ വീരമൃത്യു വരിച്ചത് ഈ പ്രദേശങ്ങൾ വിട്ടു നൽകാതിരിക്കാനാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഡോൺബാസ് മേഖല വിട്ടു നൽകിക്കൊണ്ടുള്ളൊരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ് സെലൻസ്കിയുടെ അവസാന പ്രതികരണത്തിലും വ്യക്തമാകുന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഡോൺബാസ് മേഖല സംബന്ധിച്ച എന്ത് തരത്തിലുള്ള ചർച്ചകൾ ഉരുത്തിരിയും, അതിൽ ഒരു പരിഹാര ഫോർമുല തെളിയുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മറ്റൊന്ന് സുരക്ഷാ ഗ്യാരണ്ടികൾ സംബന്ധിച്ചാണ്. യുക്രൈൻ്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കരാറുകൾക്ക് നേരത്തെ തന്നെ അമേരിക്ക രൂപം നൽകിയിരുന്നു. ആ കരാറുകൾക്ക് ഏറെക്കുറെ അന്തിമ രൂപം ആകുകയും ചെയ്തു. അതിൽ ഇനി ഒപ്പിട്ടാൽ മാത്രം മതി എന്നാണ് സെലൻസ്കിയുടെ പ്രതികരണം. അതായത് സുരക്ഷാ ഗ്യാരണ്ടികൾ സംബന്ധിച്ച് അമേരിക്കയും യുക്രൈനും തമ്മിൽ ഏറെക്കുറെ ധാരണയിലെത്തിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ ഭാവി, സാപ്പോറിഷ്യ ആണവ നിലയത്തിൻ്റെ നിയന്ത്രണം എന്നീ കാര്യങ്ങളിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ് എന്നതാണ് ശ്രദ്ധേയം. റഷ്യൻ എണ്ണ കേന്ദ്രങ്ങൾക്കെതിരായ യുക്രൈൻ ആക്രമണങ്ങളും അതോടൊപ്പം തന്നെ യുക്രൈൻ്റെ വൈദ്യുത നിലയങ്ങൾക്കെതിരായ റഷ്യയുടെ ആക്രമണങ്ങളും ഇപ്പോഴും തുടരുകയാണ്. ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു എനർജി സീസ് ഫയർ സംബന്ധിച്ചും ഈ ചർച്ചകളിൽ അത്തരം ഒരു കാര്യം കൂടി ഉരുത്തിരിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിർണായക പുരോഗതി ഉണ്ടായാൽ ഒരു പക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു നിർണായക വഴിത്തിരിവാകും ഇപ്പോൾ UAE-യിൽ അബുദാബിയിൽ നടക്കുന്ന ഈ ത്രിതല ചർച്ച. കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസ് ഭരണത്തിനെതിരെ ആഞ്ഞടിച്ച് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അരാജകത്വത്തിലേക്കാണ് ബംഗ്ലാദേശ് പോകുന്നതെന്നാണ് വിമർശനം. ജനാധിപത്യത്തെ നാടുകടത്തി ഇരുണ്ട മണിക്കൂറുകളിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നുപോകുന്നതെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബ് ഓഫ് സൗത്ത് ഏഷ്യ സംഘടിപ്പിച്ച ഒരു സംവേദനാത്മക സെഷനിൽ പ്ലേ ചെയ്ത ഓഡിയോ സന്ദേശത്തിലാണ് ഷെയ്ഖ് ഹസീനയുടെ ഈ വിമർശനം. യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ, വെനസ്വേലയ്ക്ക് പിന്നാലെ ഇറാനെതിരെയും US സൈനിക നടപടി ഉടൻ ആരംഭിച്ചേക്കുമെന്നാണ് വിവരം. US-ന്റെ യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് നീങ്ങുന്നു. MG മിഥുൻ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, നേരത്തെ മുതൽ തന്നെ ഇത്തരം ചില ഭീഷണികളുണ്ട്. പക്ഷേ ഇടയ്ക്ക് അമേരിക്ക ഒന്ന് പിന്മാറിയിരുന്നു. അത് റഷ്യയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട്, ഇസ്രായേലിൻ്റെ ചില മുന്നറിയിപ്പുകളുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും മാറി മറിയുകയാണോ? അമേരിക്ക യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണോ? രഞ്ജിത്ത്, നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ വീണ്ടും നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ നമുക്കറിയാം US-ന്റെ വാർഷിപ്പുകളൊക്കെ ഇറാൻ്റെ തീരത്തോട് അല്ലെങ്കിൽ ഇത്തരത്തിൽ കടലിലൊക്കെ വിന്യസിച്ചിരുന്നു നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ റഷ്യയുടെയൊക്കെ ഒരു ഇടപെടൽ വന്നതിന് ശേഷമായിരുന്നു സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഊർജ്ജ മേഖലയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാനെ വീഴ്ത്താമെന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അമേരിക്ക കടക്കുകയും ചെയ്ത് പിന്നാലെ US പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കി അത്തരത്തിലൊരു സൈനിക അട്ടിമറിയോ അങ്ങനെയുള്ളൊരു സാഹചര്യമോ ഉണ്ടാകില്ല, യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളതും അങ്ങനെ അമേരിക്ക വീണ്ടും പിൻവാങ്ങുന്നു എന്ന രീതിയിലൊക്കെ ആയിരുന്നു കാര്യങ്ങളുണ്ട്. എങ്കിൽ ഇപ്പോൾ ആ സ്ഥിതികൾ മാറുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ കൂടി ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്ന തരത്തിൽ വാർഷിപ്പുകൾ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അതിൽ ഈ US-ന്റെ വാർഷിപ്പിന് പുറമെ തന്നെ ചൈനയുടെയും ഒപ്പം തന്നെ റഷ്യയുടെയും വാർഷിപ്പുകൾ കൂടി ഇത്തരത്തിൽ ഇറാൻ്റെ തീരത്തേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു രക്ഷാകവചം ഒരുക്കുക എന്ന രീതിയിൽ തന്നെയാണ് മറ്റ് സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഇനി ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇറാനെതിരെ വെനസ്വേലയിൽ സ്വീകരിച്ച അതേ നടപടി US-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിനിടെ ഖമനേയി ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഈ ജനങ്ങൾ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധം ഇപ്പോഴും അടക്കാൻ ഖമനേയിയെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഇപ്പോഴും അനന്തമായി ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 20,000-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ചില അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കൊടിയ പീഡനം ഇത്തരത്തിൽ ജയിലിലാക്കപ്പെട്ടവർക്ക് നേരിടേണ്ടി വരുന്നു എന്നടക്കമുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് വളരെയധികം തണുപ്പുള്ള കാലഘട്ടമാണ് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച്. അപ്പോൾ ജയിലിൽ അതിക്രൂരമായിട്ടുള്ള നടപടികൾ ഈ അക്രമികൾക്കെതിരെ അല്ലെങ്കിൽ ഈ അറസ്റ്റിലായിട്ടുള്ള ജനങ്ങൾക്കെതിരെ ഭരണകൂടം സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചില വിമർശനങ്ങളും അത്തരത്തിലുള്ള ചില ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. മറ്റൊന്ന്, മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് അല്ലാതെ അതിലും കൂടുതൽ ആളുകൾ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ഥിതി അതിസങ്കീർണമായി തുടരുന്നു എന്നുള്ളതാണ്. ജനജീവിതം കൂടുതൽ ദുസ്സഹമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ മറ്റു ഉപരോധങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏർപ്പെടുത്തുകയും അങ്ങനെ അതായത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാനിൽ നേരത്തെ തന്നെ ചില യുദ്ധക്കപ്പൽ ഇറാൻ കേന്ദ്രീകരിച്ച് യാത്ര തുടർന്ന് ആരംഭിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ കപ്പലുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു. ഒപ്പം മിഥുൻ,
റഷ്യയുടെയും ചൈനയുടെയും മറ്റും പ്രതിരോധം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ സംഭവിച്ചാൽ അത് വല്ലാത്തൊരു അസ്വസ്ഥതയ്ക്ക് കാരണമാകും. സംശയമില്ല, ഗൗരവതരമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് നേരത്തെ അറിയാം, അതായത് ഇസ്രായേലിൻ്റെ ഒരു അധിനിവേശം, ഇത്തരത്തിൽ ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുന്ന ആ ഒരു വേളയിൽ തന്നെ ഇത്തരത്തിൽ റഷ്യയുടെ ഒരു പിന്തുണ ഇറാന് കൃത്യമായി ലഭിക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെ ഏകദേശം 6 മാസം കൊണ്ട് തന്നെയായിരുന്നു ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന്, അല്ലെങ്കിൽ US-ൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ആക്രമണങ്ങളിൽ നിന്ന് ഇറാൻ കയറിയതിനു പിന്നിൽ, അല്ലെങ്കിൽ അതിന് മുൻപന്തിയിൽ സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തിയത് റഷ്യ തന്നെയായിരുന്നു. അതായത് ഈ US-ന് നമുക്കറിയാം, ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് US-ന് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ രാജ്യങ്ങളെയൊക്കെ ഏതെങ്കിലും തരത്തിൽ മറ്റു രാജ്യങ്ങളുടെ ഒരു ആക്രമണം ഉണ്ടായി US അവരെ പിന്തുണയ്ക്കും, അല്ലെങ്കിൽ അവർക്ക് ഒരു രക്ഷാകവചം ഒരുക്കുമെന്നുള്ള ഒരു ചിന്ത നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചതോടുകൂടി അത്തരത്തിലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ആ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുകയും ആ വേളയിൽ റഷ്യയുടെ ഒരു കടന്നുവരവ്, അതായത് വ്ളാഡിമിർ പുടിൻ തന്നെ അവിടുത്തെ മറ്റ് ഭരണാധികാരികളുമൊക്കെയായി കൂടിക്കാഴ്ചകൾ നടത്തുന്നു, കൂടുതൽ കരാറുകളിൽ ഏർപ്പെടുന്നു. അങ്ങനെ സാമ്പത്തിക രംഗത്തും പ്രതിരോധ രംഗത്തുമൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയും അതിൽ കൂടുതൽ കരാറുകളിലേക്ക് ഏർപ്പെടുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും US-ൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായാൽ റഷ്യയുടെ രീതിയിലുള്ള ഒരു രക്ഷാകവചം ഇറാന് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സൈനിക അട്ടിമറിയിലേക്കോ അല്ലെങ്കിൽ ഒരു സൈനിക നീക്കത്തിലേക്കോ US കടന്നേക്കില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വൈറ്റ് ഹൗസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് US-ൻ്റെ യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് അടുക്കുന്നു. ഉടനടി തന്നെ ഒരു സൈനിക നടപടിയിലേക്ക് US കടക്കുമെന്നുള്ള സൂചനകളാണ് അവർ നൽകുകയും ചെയ്തത്. അത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിൽ മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലൊക്കെ ഉണ്ടാകുമ്പോൾ അത് പശ്ചിമേഷ്യ സംബന്ധിച്ച് മറ്റൊരു യുദ്ധ ഭീതിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയം മറ്റ് രാജ്യങ്ങൾക്കുമൊക്കെ ഉണ്ട്. അതായത് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രാജ്യത്തിന് മേൽ ഇത്രയും കടുത്ത ഉപരോധവുമായി അല്ലെങ്കിൽ കടുത്ത നടപടിയുമായി US-ൻ്റെ ഭാഗത്തുനിന്നൊരു നീക്കമുണ്ടായാൽ അത് മറ്റ് രാജ്യങ്ങളും അക്കാര്യത്തിൽ കൃത്യമായ ഇടപെടലുണ്ടാകും, പ്രത്യേകിച്ച് റഷ്യയും ചൈനയും എന്നുള്ളത് തന്നെയാണ്. നിലവിൽ US-ൻ്റെ യുദ്ധക്കപ്പൽ അങ്ങോട്ടേക്ക് ഇറാൻ്റെ തീരം ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഉടനടി തന്നെ ഒരു അട്ടിമറി, സൈനിക അട്ടിമറി ഇത്തരത്തിൽ US-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. തീർച്ചയായും അതാണ് വിവരം. ഏതായാലും പശ്ചിമേഷ്യയിൽ സാഹചര്യങ്ങൾ ഒട്ടും സുഖകരമല്ല എന്നുള്ളതാണ്. വെനസ്വേലയ്ക്ക് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത ലക്ഷ്യമാണ് അത് ക്യൂബയാണോ എന്നുള്ള ചോദ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ക്യൂബ പിടിക്കാൻ അമേരിക്ക ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുവെന്നാണ് വിവരം. നേരിട്ടുള്ള സൈനിക നടപടിയല്ല, മറിച്ച് ശ്വാസം മുട്ടിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളാണ് ക്യൂബയെ വീഴ്ത്താനുള്ള ട്രംപിൻ്റെ നീക്കം. മിഥുനുണ്ട്. മിഥുന്, വെനസ്വേലയെ എങ്ങനെ കൈക്കലാക്കിയെന്ന് നമുക്കറിയാം. വെനസ്വേലൻ പ്രതിപക്ഷം പോലും ഇപ്പോൾ ട്രംപിനൊപ്പമാണ്. അമേരിക്കൻ നിലപാടിനൊപ്പം അവിടുത്തെ ജനങ്ങളെ എത്തിക്കാനും ട്രംപിന് സാധിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. മഡ്യൂറോ ജയിലിലാണ്. സമാനമായി അമേരിക്കയുടെ കണ്ണിലെ കരടാണ് ക്യൂബ, സംശയമില്ല. അവിടെയും ഇത്തരം നടപടികൾ അമേരിക്ക സ്വീകരിക്കുമെന്നാണോ? അതിനൊരു സാമ്പത്തിക, ഇപ്പോൾ നമ്മൾക്കറിയാം താരിഫ് യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമാനമായി സാമ്പത്തിക യുദ്ധത്തിലേക്ക് പോവുകയാണ്. ക്യൂബയുമായി ബന്ധപ്പെട്ടൊരു ഉപരോധത്തിലേക്കൊക്കെ പോകുന്ന പശ്ചാത്തലമാണോ ഇപ്പോൾ? ചില സൂചനകൾ മാത്രമാണ് വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അടുത്തിടെ ഈ ക്യൂബയെ ലക്ഷ്യമാക്കി ചില പ്രതികരണങ്ങൾ ഈ ഇത്തരത്തിൽ സോഷ്യൽ ട്രൂത്തിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് വളരെ വൈകാതെ തന്നെ ഒരു കരാറിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഭയാനകരമായിരിക്കുമെന്നുള്ള രീതിയിലുള്ള ചില പ്രതികരണമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തു നിന്നുണ്ടായത്. അതാണ് ഇതിൻ്റെ കാതലായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് അടുത്ത ലക്ഷ്യം വെനസ്വേലയ്ക്ക് പിന്നാലെ ക്യൂബയെ ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് നോട്ടമിട്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ കൂടുതൽ ശക്തമാകാനും അത് കാരണം. പ്രത്യേകിച്ച് നമുക്കറിയാം 1961 US പ്രസിഡന്റായിരുന്നു ജോൺ എഫ് കെന്നഡി ആയിരുന്നു ആദ്യം ഇത്തരത്തിൽ കാസ്ട്രോ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ അന്ന് അത്രത്തോളം സാധ്യമാവുകയും നിരാശനായി അന്ന് അമേരിക്കൻ പ്രസിഡന്റ് മടങ്ങേണ്ടി വന്നൊരു സാഹചര്യം. അതായത് പതിറ്റാണ്ടുകൾ നീണ്ടിരുന്ന ആഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു ആന്റി ക്ലൈമാക്സ് എന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയും ക്യൂബയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടപടികൾ, അതും കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഒരു സൈനിക അട്ടിമറി എന്നതിനുപരി മറ്റ് രീതിയിൽ സാമ്പത്തികമായി കൂടുതൽ ഈ രാജ്യത്തെ ഞെരുക്കി അവിടുത്തെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കിക്കൊണ്ട് അവരെ വരുതിയിലെത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വെനസ്വേലയിൽ നിന്നുള്ള സഹായങ്ങൾ, അതായത് എണ്ണ അടക്കമുള്ള ഊർജ്ജ മേഖലയിൽ നിന്നൊക്കെയുള്ള ലഭ്യമാകുന്ന സഹായങ്ങൾ അത് തടസ്സപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തന്നെ രാജ്യത്ത് വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോവുകയും ചെയ്തു. നമുക്കറിയാം നേരത്തെയൊക്കെ തന്നെ ക്യൂബയെ സംബന്ധിച്ച് അത്രത്തോളം സമ്പത്ത്
ഇല്ലാത്ത ഒരു രാജ്യം കൂടിയാണ്, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ക്യൂബ. അപ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സാമ്പത്തിക ഞെരുക്കം അത് അവിടുത്തെ ജനങ്ങളെ വല്ലാതെ അലട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മറ്റു മേഖലകളിൽ കൂടി കടന്നു ചെന്നുകൊണ്ട്, അതായത് ക്യൂബയിലെ മറ്റ് വിദേശ മെഡിക്കൽ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ആ പദ്ധതികളിലേക്ക് കൂടി US-ന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടാകുന്നു. അതിൽ കൂടി ഉപരോധം ഏർപ്പെടുത്താനുള്ള ഒരു നീക്കം ഇത്തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് സർവ്വ മേഖലയിലും സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ഈ രാജ്യത്തെ അടിയറവ് പറയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഏതായാലും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ചില അഭ്യൂഹങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. കാതലായിട്ടുള്ളത് ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്തിലുള്ള സോഷ്യൽ ട്രൂത്തിലുള്ള ആ പ്രതികരണങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, അടുത്തിടെ ഈ വെനസ്വേലയിൽ ആക്രമണം നടത്തിയതിൽ അന്ന് ക്യൂബയുടെ ചില 32ഓളം ഓഫീസേഴ്സ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മറ്റ് സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആ ചടങ്ങിലൊക്കെ കൃത്യമായി അവർ വലിയ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. തങ്ങളുടെ രാജ്യത്തിനു മേലും US-ന്റെ ഒരു കടന്നുകയറ്റം വളരെ വൈകാതെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടൊരു പ്രതിഷേധമൊക്കെ അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളിൽ ഏർപ്പെടുത്തുന്ന പോലെ അവിടുത്തെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കിക്കൊണ്ട് ജനങ്ങളെ തെരുവിലിറക്കിക്കൊണ്ട് അവിടുത്തെ ഭരണകൂടത്തിനെതിരെ തിരിച്ചുകൊണ്ട് തങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിലവിൽ അമേരിക്കയുടെ നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി മിഥുൻ. ജെയിൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ 2ാം പതിപ്പിന് ഈ മാസം 28-ന് തുടക്കമാകും. ജനുവരി 29 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള 4 ദിവസങ്ങളിലായി നടക്കുന്ന ഉച്ചകോടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് 28-ന് നടക്കുക. ഐക്യരാഷ്ട്രസഭയുടെ പാക്ട് ഫോർ ദ ഫ്യൂച്ചർ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ഈ സംഗമത്തിൽ 2 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇൻഫ്ര കൺവെൻഷൻ സെന്ററിലാണ് പ്രധാനമായ 2 വേദികൾ പ്രവർത്തിക്കുക. വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ, സംരംഭകത്വം, എർത്ത്, പരിസ്ഥിതി, ഭക്ഷണം, സംസ്കാരം എന്നിങ്ങനെ 7 വ്യത്യസ്ത മേഖലകളിലായി 400-ലധികം അന്താരാഷ്ട്ര വിദഗ്ധർ സംവദിക്കും. ജെയിൻ യൂണിവേഴ്സിറ്റി ഹെഡ് ഓഫ് ഫിനാൻസ് ആൻഡ് ഇൻഡസ്ട്രി എൻഗേജ്മെന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ ഉണ്ണി, ഫെസ്റ്റിവൽ കോ ഡയറക്ടർ ജോൾസ്ന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ഉജ്ജയിൻ ജില്ലയിലെ തരന നഗരത്തിൽ സാമുദായിക സംഘർഷം. ക്ഷേത്രത്തിന് സമീപത്തെ വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന 22-കാരന് മർദ്ദനമേറ്റതിനെ ചൊല്ലി ഇരുവിഭാഗങ്ങൾ തമ്മിൽ ആരംഭിച്ച തർക്കമാണ് നിയന്ത്രണാതീതമായത്. സംഘർഷത്തിൽ ഇതുവരെ 6 പേർക്ക് പരിക്കേറ്റു. MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, എന്താണ് സംഭവിച്ചത്? രജിത്ത്, ഈ 2 ദിവസം മുമ്പാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നത്. അതായത് ഉജ്ജയിൻ ജില്ലയിൽ ഉജ്ജയിൻ്റെ നഗരപ്രദേശത്ത് നിന്ന് ഏകദേശം 35 കിലോമീറ്റർ അകലെയുള്ള ഒരു മഹലിൽ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നത്. അവിടുത്തെ ക്ഷേത്രത്തിന് സമീപമായി ഈ ഒരു യുവാവിൻ്റെ, അതായത് ഈ ഒരു 22 വയസ്സുള്ള ഒരു വീടിന് മുമ്പിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഈ മഹലിൽ പ്രാർത്ഥനയ്ക്ക്, അതായത് വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് എത്തിയ ശേഷം ഒരു സംഘമായി തിരിഞ്ഞ് ഈ 22-കാരനെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ സമുദായ സംഘടനകൾ ആരോപിക്കുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെ ഉടലെടുത്തിട്ടുള്ള ഈ സംഘർഷം അതിപ്പോൾ 2 ദിവസമായി അവിടെ നീണ്ടു നിൽക്കുന്നു. ഇന്നലെ സംഘർഷം കൂടുതൽ വ്യാപിക്കുന്ന തരത്തിലേക്ക് പോയതോടുകൂടി നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് നിരോധനാജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഘർഷം ഇപ്പോഴും ഒട്ടും അയവില്ലാതെ തുടരുന്നുണ്ട്. പോലീസിന് നേരെയും ഒപ്പം 2 സംഘങ്ങളായി തിരിഞ്ഞ് കല്ലെറിയുന്നതാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അത്തരത്തിൽ പോലീസിന് നേരെയും ഒപ്പം തന്നെ ഈ 2 സംഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വലിയ ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. നിലവിൽ 25ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ആക്രമണം നേരിട്ട 22-കാരൻ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. എന്താണ് ഈ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് വഴി തുറന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. നിലവിൽ ഈ അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സമാധാനം ഉറപ്പിക്കാൻ ഈ പ്രദേശത്ത് സാധിക്കാത്ത ഒരു പശ്ചാത്തലം, കൂടുതൽ പേർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിവിശേഷം. ഇതിനോടകം 6 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവരെ സമീപത്തെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ പ്രദേശവാസികളുമൊക്കെ വീടിന് പുറത്തിറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷേ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ കടുത്ത നടപടികളിലേക്ക്, അതായത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അത്തരത്തിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോലീസ് നീങ്ങാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. ശരി, MG മിഥുൻ വിവരങ്ങൾ പങ്കുവച്ചു.
തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെ കുട്ടി കുഴഞ്ഞു വീട് മരിച്ച കേസിൽ നിർണായക വഴിത്തിരിവ്. കൈമുട്ടുകൊണ്ട് 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ അടിവയറ്റിൽ ഇടിച്ചതാണ് മരണകാരണമെന്ന് തെളിഞ്ഞു. കേസിൽ അച്ഛൻ ഷിജിൻ കുറ്റം സമ്മതിച്ചു. ഭാര്യയുമായുള്ള വിഷയങ്ങളെ തുടർന്നാണ് ഇയാൾ ഈ കടുങ്കൈ ചെയ്തതെന്നാണ് വിവരം. 1 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പോലീസ് 3ാം തവണ ചോദ്യം ചെയ്തപ്പോഴാണ് അച്ഛൻ ഷിജിൻ കുറ്റം സമ്മതിച്ചത്. ഫോറൻസിക് പരിശോധനാ ഫലമടക്കം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വീണ്ടും ചോദ്യം ചെയ്തത്. കുട്ടിയെ മർദ്ദിച്ചിരുന്നതായി ഷിജിൻ പോലീസിനോട് സമ്മതിച്ചു. കുട്ടിയുടെ രാത്രിയുള്ള കരച്ചിൽ അസ്വസ്ഥനാക്കിയിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകി. കൈമുട്ടുകൊണ്ട് അടിവയറ്റിലേറ്റ ക്ഷതമാണ് ആന്തരിക സ്രാവത്തിന് ഇടവരുത്തിയതെന്ന് പോലീസ് പറയുന്നു. നെയ്യാറ്റിൻകര കവളാകുളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഷിജിന്റെയും കൃഷ്ണപ്രിയയുടെയും ഏക മകൻ ഇഹാൻ എന്ന അപ്പു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മരിച്ചത്. പിതാവ് നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെ കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചുവെന്നായിരുന്നു ആരോപണം. മാതാവിന്റെ വീട്ടുകാരുടെ പരാതിയിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. ഷിജിനും ഭാര്യയും ഇടയ്ക്ക് പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. അടുത്തിടെയാണ് വീണ്ടും ഒരുമിച്ച് താമസം തുടങ്ങിയത്. കുട്ടിയുടെ ദേഹത്തെ പരിക്കുകൾ ആദ്യം തന്നെ പോലീസിൽ സംശയമുണ്ടാക്കിയിരുന്നു. കുട്ടിക്ക് ആന്തരിക രക്തസ്രാവമുള്ളതായി പോസ്റ്റ്മോർട്ടത്തിലും കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ പിതാവിനെതിരെ കൊലക്കുറ്റം ചുമത്തും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങളായ കൊച്ചിയെയും മധുരയെയും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കാൻ റോഡ് വേണമെന്നാവശ്യം. നെടുങ്കണ്ടം തേവാരമെട്ട് റോഡിനായി വാദിച്ച് നാട്ടുകാർ. റോഡ് തുറക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിലെ തേവാരത്ത് നാട്ടുകാർ നിരാഹാര സമരം നടത്തി. തമിഴ്നാടിന്റെ ഭാഗമായ 3.5 കിലോമീറ്ററോളം റോഡ് ഗതാഗതയോഗ്യമാക്കി പാത പുനരുജ്ജീവിപ്പിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മുൻപ് ചരക്ക് നീക്കം വരെ നടന്നിരുന്ന പാത ഒരു സുപ്രഭാതത്തിൽ തമിഴ്നാട് സർക്കാർ അടയ്ക്കുകയായിരുന്നു. 1964-ൽ MGR തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഈ റോഡ് നിർമ്മാണത്തിന് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ തമിഴ്നാട് വനവകുപ്പിന്റെ എതിർപ്പ് കാരണം നടപ്പായില്ല. പിന്നീട് 1981-ൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. തുടർന്ന് പലതവണ റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും ഒന്നും നടപ്പായില്ല. പാത യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കിയുടെ അതിർത്തി ജില്ലയായ തേനിയിലെ തേവാരത്ത് ശക്തമായ സമരങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നാട്ടുകാർ കടകൾ അടച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. തുടർന്ന് 12 മണിക്കൂർ ഉപവാസവും നടത്തി. இந்த பாதை வந்துச்சுன்னா ஆக்சிடென்ட் இல்லாத பாலம் 3.5 கிலோமீட்டர் பாதை. அதை தயவு செஞ்சு அரசாங்கம் இதை மனதில் எடுத்துக்கொண்டு தமிழ்நாடு அரசாங்கம் தான் இதை முக்கியமாக காரணம் சட்டசபையில் இதை பாஸ் பண்ணி சென்ட்ரல் கவர்மெண்ட்டுக்கு கொண்டு போய் சேர்த்து ரெடி பண்ணாங்கன்னா நல்லா இருக்கும். இதை தயவு செஞ்சு தமிழ்நாடு அரசாங்கம் இதை ரெடி பண்ணி கொடுத்துச்சுன்னா ஒத்துழைப்பாக இருக்குன்னு എല്ലാ മക്കൾ സാർഭാഗം ഞങ്ങൾ കേട്ടുக்கிறோம். റോഡ് യാഥാർത്ഥ്യമായാൽ കേരളത്തിലെ ജനങ്ങൾക്കും ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് സമരത്തിന് പിന്തുണ അറിയിച്ച് തേവാരത്തെത്തിയ KPCC സെക്രട്ടറി MN ഗോപി പറഞ്ഞു. തേവാരം മുട്ട് തേവാരം റോഡ് കേരളീയരെ സംബന്ധിച്ചും തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചും ഏറെ പ്രാധാന്യമുള്ളതാണ്. പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, ഒരു അന്തർസംസ്ഥാന രംഗത്ത് വലിയ ചുവടുവെപ്പായിരിക്കും, അന്തർസംസ്ഥാന ബന്ധത്തിൽ വലിയ ചുവടുവെപ്പായിരിക്കും തേവാരംപെട്ട് റോഡിന്റെ നിർമ്മാണം. 4 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചാൽ ഇവിടെ നിന്നും നമുക്ക് കേരളത്തിന്റെ തമിഴ്നാട് അതിർത്തിയിൽ എത്താൻ കഴിയും. ഇന്ന് കേവലം 4 കിലോമീറ്റർ ദൂരം റോഡ് പണിയുന്നതിന് വേണ്ടി 4 പതിറ്റാണ്ട് കാലമായി ഈ നാട്ടിലെ ആളുകൾ സമരം ചെയ്യുക. കേരളീയരും തമിഴ്നാട്ടുകാരും. കേരളത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ സംസ്ഥാന അതിർത്തി വരെ BMBC റോഡ് സ്റ്റാറ്റസിലുള്ള റോഡ് നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി തമിഴ്നാടാണ് ചെയ്യേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഷയം സജീവ ചർച്ചയാക്കാനാണ് അതിർത്തി മേഖലയിലുള്ളവർ ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇരു സംസ്ഥാനങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറും. ന്യൂസ് 18 ഇടുക്കി. ഡിജിറ്റൽ യുഗത്തിൽ തെളിവുകൾ സുരക്ഷിതമായി ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് ശില്പശാല. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ആലിബൈ സൈബർ ഫോറൻസിക്സുമായി ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ആലിബൈ ഓപ്പറേഷൻസ് ഡയറക്ടർ ഡോക്ടർ SP സുനിൽ വർക്ക്ഷോപ്പ് നേതൃത്വം നൽകി. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ S ഷംനാഥ് മുഖ്യാതിഥിയായി. റോഡ് നിയമങ്ങൾ ലംഘിക്കുന്നവരെ ശിക്ഷിക്കുന്ന MVD ഉദ്യോഗസ്ഥരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ നിയമങ്ങൾ അനുസരിച്ചതിന് പ്രശംസിക്കുന്നത് അപൂർവമായിരിക്കും. പാലക്കാട് പട്ടാമ്പിയിലാണ് റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് നിയമം പാലിക്കുന്നവർക്ക് ഉപഹാരം നൽകി അഭിനന്ദിച്ചത്. തലയിൽ ഹെൽമറ്റുമുണ്ട്, വണ്ടി ഓവർ സ്പീഡിലുമായിരുന്നില്ല. റോഡ് നിയമങ്ങളെല്ലാം പാലിച്ച് വണ്ടി ഓടിച്ചിട്ടും
മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൈ കാണിക്കുന്നത് കണ്ട് പട്ടാമ്പിക്കാർ ഒന്ന് പകച്ചു. എന്നാൽ അധികം വൈകാതെ അത് പുഞ്ചിരിയായി. പിന്നെ കയ്യിൽ കിട്ടിയത് മധുരവും എഴുതാൻ പേനയും. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് പട്ടാമ്പി സബ് RT ഓഫീസിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. റോഡ് നിയമങ്ങൾ പാലിക്കുന്ന നാട്ടുകാർക്ക് MVD ഉദ്യോഗസ്ഥരുടെ വക പ്രത്യേക ഉപഹാരങ്ങൾ. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുമായി സഹകരിച്ചുകൊണ്ടായിരുന്നു ഇത്. 26 ജനുവരി 1 മുതൽ 31 വരെ രാജ്യമെങ്ങും റോഡ് സുരക്ഷാ മാസമായി ആചരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ റോഡ് നിയമങ്ങൾ അനുസരിക്കേണ്ടതിൻ്റെയും അതുപോലെ അത് നന്നായി പാലിക്കേണ്ടതിൻ്റെയും ആവശ്യകതകളെക്കുറിച്ച് ആൾക്കാരിൽ ഒരു ബോധവൽക്കരണം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻറ്റ് പോലീസും മോട്ടോർ വാഹന വകുപ്പ് പട്ടാമ്പിയും ചേർന്ന് നടത്തിയ ഒരു പരിശോധനയാണിത്. പതിവ് പരിശോധനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നേ ദിവസം നമ്മൾ പിഴ ഈടാക്കുകയല്ല ചെയ്തത്. പകരം നിയമങ്ങൾ അനുസരിക്കുന്നവരെ കണ്ടെത്തുകയും അവരെ അനുമോദിക്കുകയും എന്നൊരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. MVDയുടെ പ്രവർത്തനം കുട്ടികൾക്കും പുതിയൊരു അനുഭവമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എപ്പോഴും ഫൈനാണ് തെറ്റ് ചെയ്യുന്നവർക്ക് ഈടാക്കുക. പക്ഷെ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ടൊരു നന്നായി ചെയ്യുന്നവർക്ക് പെന്നും ഇതൊക്കെ കൊടുത്തപ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. നല്ലൊരു ഇതായിരുന്നു. പണ്ടൊക്കെ ഫൈന് എന്ന് ഈടാക്കല്, ഇപ്പോൾ നമ്മൾ മുട്ടായിക്ക് കൊടുത്തിട്ട് നല്ലൊരു മാതൃകയായിരിക്കുന്നു. അവര് റോഡ് സേഫ്റ്റി അത്രയും പാലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് കൊടുത്തത്. റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി സബ് RT ഓഫീസിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. പട്ടാമ്പിയിൽ നടന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാജീവൻ, AMVIമാരായ സനീഷ്, സുദേവ്, പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് തച്ചമ്പാറയിൽ പുലി കൂട്ടിലായി. ഇന്നലെ വൈകുന്നേരമാണ് കൂട് സ്ഥാപിച്ചത്. മണ്ണാർക്കാട് തച്ചമ്പാറ ചെന്തുണ്ടിൽ പശുക്കിടാവിനെ കഴിഞ്ഞ ദിവസം ഈ പുലി പിടിച്ചെടുത്തു. നോക്ക് അതിന്റെ മുഖത്ത് നോക്ക്. കണ്ട സാധനങ്ങളെ തിന്നിട്ട് ഒന്നും പറ്റാണ്ട് സാധനങ്ങളെ തിന്നിട്ട് വിളിച്ചു പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. പ്രജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. പ്രജിത്ത്, പുലി ഇപ്പോഴും കൂട്ടിലാണ്. ഇതിനെ ഇനി മറ്റു നടപടിക്രമങ്ങൾ കാട്ടിലേക്ക് തുറന്നു വിടുക, ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമാണല്ലോ അല്ലേ? രഞ്ജിത്ത്, ഈ മിനിഞ്ഞാന്ന് വൈകിട്ടാണ് തച്ചമ്പാറ ചെന്തുണ്ടിയിൽ റെജി സബാസിന്റെ 6 മാസം പ്രായമുള്ള പശുക്കിടാവിനെ പുലി പിടിച്ചത്. ഈ മേഖലയിൽ പുലിശല്യം രൂക്ഷമായിരുന്നു. പക്ഷേ പുറത്തേക്ക് ജനവാസ മേഖലയിലേക്ക് അങ്ങനെ അത് അധികമായി ഇറങ്ങാറുണ്ടായിരുന്നില്ല. മിനിഞ്ഞാന്ന് രാത്രി അങ്ങനെ ഇറങ്ങി ടാപ്പിംഗ് തൊഴിലാളികളാണ് പുലിയെ നേരിട്ട് കണ്ടു എന്ന് പറയുന്നത്. അവിടെ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഫോറസ്റ്റ് അധികൃതരെയും അറിയിക്കുകയും അത് പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞതോടുകൂടി ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ആ സ്ഥലത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിക്കുകയായിരുന്നു. ഇന്നലെ പുലർച്ചെ രാത്രിയാണ് പുലി കൂട്ടിലകപ്പെട്ടത്. മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ചിലേക്ക് ഇനി പുലിയെ കൊണ്ടുപോകും. അവിടെ നിന്നാണ് പുലിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ബാക്കി നടപടികൾ ഉണ്ടാവുക. രഞ്ജിത്ത്, പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. കേരളത്തിന്റെ കുംഭമേള എന്ന വിശേഷണത്തോടെ മലപ്പുറം തിരുനാവായയിൽ മഹാമാഘ മഹോത്സവം ആരംഭിച്ചിരിക്കുകയാണ്. ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ മണപ്പുറത്ത് ഫെബ്രുവരി 3 വരെയാണ് മഹാമാഘ മഹോത്സവം. മഹാമാഘ മഹോത്സവത്തിന് ആശംസകളുമായി സംഗീത വിരുന്നൊരുക്കിയിരിക്കുകയാണ് ഭൈരവ മൂവീസ്. പ്രശസ്ത ഡോക്ടർ കൃഷ്ണപ്രിയയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അനിൽ തിരുവിഴ രചിച്ച ഗാനത്തിന് ഷിജു ഇടയത്തേരിൽ സംഗീതം നൽകി. ഡോക്ടർ വിഷ്ണു മോഹനാണ് സംഗീത വിരുന്നിന്റെ നിർമ്മാണം നിർവഹിച്ചത്. ഭൂവിൽ ത്രിമൂർത്തി സംഗമം മാഘ പൗർണമി കുംഭമേള മാഘ പൗർണമി കുംഭമേള
നമുക്കിനി നമ്മുടെ സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകണം. കൊല്ലം കടക്കൽ സ്വദേശികളായ വിശാഖിൻ്റെയും നന്ദുജയുടെയും 5ാം വിവാഹ വാർഷികമാണ് ഇന്ന്. ഇരുവർക്കും വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. ഭുവനേന്ദ്രൻ നായരുടെയും ശ്യാമളാകുമാരി അമ്മയുടെയും 38ാം വിവാഹ വാർഷികമാണ്. ആശംസകളുമായി മകൾ ബിനീജ, മരുമകൻ ശാന്തി, കൊച്ചുമകൻ സാൻബി എന്നിവർ. അഞ്ചൽ കരുകോണിലെ സാജൻ സുജ ദമ്പതികളുടെ മകൻ വൈശാഖിന്റെ 15ാം പിറന്നാളാണെന്ന്. വൈശാഖിന് എല്ലാ ആശംസകളും നേരുന്നു. പാലക്കാട് ഒലവക്കോടുള്ള കവീം കലിയുടെ 25ാം ജന്മദിനം. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് കവീം. ആശംസകൾ നേർന്ന് കുടുംബാംഗങ്ങൾ. നമുക്ക് ഇന്ന് രാവിലെ അവസാനിപ്പിക്കാനുള്ള സമയമായി. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. വാർത്തകൾ തുടരും. ന്യൂസ് 18.